ഖത്തറിലെ അമേരിക്കൻ ബേസിൽ നിന്ന് US-ന്റെ യുദ്ധവിമാനങ്ങൾ മാറ്റിയിരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പറയുന്ന കാര്യം, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രം, അമേരിക്കയുടെ സൈനിക കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഖത്തറിലാണ്. ഇവിടെ ഒരുപാട് യുദ്ധവിമാനങ്ങളും യുദ്ധ സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ടാങ്കറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇതിന്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഖത്തർ സർക്കാരിന് പോലും അറിയില്ല. ആ പ്രദേശം അവരുടെ ഭൂമിയായിട്ട് അവർ കൊണ്ടു നടക്കുന്നതാണ്. ഈ മേഖലയിലേക്ക് ഒരു യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിമാനങ്ങളോ വരികയാണെങ്കിൽ അത് ഖത്തറിന്റെ അനുവാദം അവർക്ക് ആവശ്യമില്ല. ആ റൂട്ട് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക് പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അതിൻ്റെ കരാർ വ്യവസ്ഥകളൊക്കെ ഉള്ളത്. ഇപ്പോൾ പറയുന്ന കാര്യം, ഈ മേഖലയിൽ നിന്ന് ഖത്തറിന്റെ ഈ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും സംവിധാനങ്ങളും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് 2 ദിവസം മുൻപാണെന്നും ഇന്നലെ രാത്രിയാണെന്നും 2 റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ പരമാവധി യുദ്ധവിമാനങ്ങൾ അവിടെ കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. വിഷയകാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല. ഈ യുദ്ധവിമാനങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൽ പങ്കെടുത്തതാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് മാറ്റിയതാണോ, അതല്ലെങ്കിൽ ഭീഷണി കൊണ്ടാണോ ഇത് നടന്നത് എന്ന തരത്തിലാണ്. ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും അത് ആ രാജ്യത്തിന് നേരെ തങ്ങൾ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുമെന്ന് ഇറാൻ പല ഘട്ടങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പരമ്പരാഗത സ്ഥാനം എയർപോർട്ട് ഉള്ളത് എന്ന് പറയുന്നത് ഖത്തറിലാണ്. അവർ നീണ്ട വർഷത്തേക്കാണ് കരാർ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്. 90 വർഷം 100 വർഷമൊക്കെ നീണ്ട കരാർ വ്യവസ്ഥകളൊക്കെയാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഭീഷണി ഏതെങ്കിലും തരത്തിൽ ഇത്തരമൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് ആക്രമിക്കും എന്ന് അമേരിക്ക മനസ്സിലാക്കുകയാണ്. അതിനവർക്ക് പ്രചോദനമായിരിക്കുന്ന അല്ലെങ്കിൽ ഇത് വിശ്വാസയോഗ്യമായിരിക്കുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ, ഇറാഖിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് വിമാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ഇറാഖിലുള്ള അമേരിക്കയുടെ എയർബേസിലുണ്ട്. ഇതിന് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകി. നിങ്ങളുടെ കേന്ദ്രത്തിൽ നിന്നാണ് തങ്ങൾക്ക് നേരെ ആക്രമണം വന്നത്, അതുകൊണ്ട് തങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് വല്ലാതൊന്നും വൈകുന്നതിന് മുമ്പ് തന്നെ 3 മിസൈൽ അമേരിക്കയുടെ സൈനിക താവളത്തിൽ, ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ വീണു. ബാഗ്ദാദിനോട് ചേർന്നാണ് അവരുടെ സൈനിക താവളം ഉള്ളത്. അതിൽ വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചില പത്രങ്ങൾ പറയുന്നു. എന്നാൽ അമേരിക്ക അത് നിഷേധിച്ചിട്ടുണ്ട്. അത്തരം മിസൈലുകൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ യാതൊരു പരിക്കുകളും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല, കാരണം ഞങ്ങൾക്കത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞു നിർത്തുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ചില മിസൈൽ ചേഞ്ചുകൾ വരുത്തുന്നു. ഇത് അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ ക്ഷീണമുണ്ടാക്കിയ കാര്യമാണ് ഇസ്രായേലിനും. ഒരേ പാകത്തിലുള്ള അല്ലെ ഒരേ രൂപത്തിലുള്ള മിസൈലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. വ്യത്യസ്ത സ്ഥലയും വ്യത്യസ്ത ഓടലും പല രൂപത്തിലും പല കോലത്തിലുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാന്റെ മിസൈൽ കാര്യങ്ങളുള്ളത്. പറയുന്നത് ഇങ്ങനെയാണ്, സജ്ജിൽ മിസൈൽ എന്ന് പറയുന്ന ഒരു സംവിധാനം, പസ് ടു സർഫേസ് മിസൈൽ എന്ന് പറയുന്ന സർഫേസ് ടു സർഫേസ് അങ്ങനത്തെ ഒരു മിസൈൽ സംവിധാനം, ബാലിസ്റ്റിക് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ, അങ്ങനെ നീണ്ടു പോകുന്ന ഒരു മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒന്നും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചിലത് ആയത്തിൽ മുറിവേൽപ്പിക്കാൻ പാകത്തിലും ആ രീതിയിലുള്ള സംവിധാനത്തോടു കൂടി നിർമ്മിച്ചതാണ്. ചിലതാണെങ്കിൽ പൊട്ടിത്തെറിച്ചതിന് ശേഷം ഉണ്ടാകുന്നത് ആഘാതം എത്രയാണോ അത് ആഘാതം മാത്രമേ ഉണ്ടാവൂ, അതിനപ്പുറം ഇപ്പുറമൊന്നും ഉണ്ടാവില്ല. മറ്റൊന്ന് അവരുടെ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള മിസൈലും പല രീതിയിലുള്ള സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഭയവുമില്ലാത്ത രീതിയിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അത് ചരിത്രത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ്. 1948 ഇസ്രായേൽ ഉണ്ടാകുന്നത്. അന്നു മുതൽ UN സഭയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ UN സഭയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷയം ഉണ്ടാകുന്ന സമയത്ത് UN സഭയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയും. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മാറ്റത്തിരുത്തുകൾക്ക് വിധേയമാക്കിയിട്ടും ഒരു ദിവസം വിടുന്ന മിസൈൽ ആയിരിക്കില്ല പിറ്റേ ദിവസം വിടുന്നത്, ചേഞ്ച് ആക്കിയിട്ടും അവർ മിസൈൽ പതിക്കുന്നു. സമാനമായി മറ്റൊരു മിസൈൽ എന്ന് പറയുന്നത് ഏകദേശം ഡാൻസ് ചെയ്യുന്ന തരത്തിലാണ്, താഴ്ന്നും പൊന്തിയും കേക്കും പടിഞ്ഞാറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി സഞ്ചരിച്ചു കൊണ്ടാണ് ലക്ഷ്യം കാണുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിന് കൃത്യമായിരിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാതെ വരുന്നുണ്ട് എന്നുള്ളതും, അങ്ങനത്തെ മിസൈലുകളാണ് ഇപ്പോൾ നേരെ പോയിട്ട് ഇറാനിൽ പൊട്ടിത്തകരുന്നത്, അതിൻ്റെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്.
അപ്പോൾ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യഥാർത്ഥ ഇസ്രായേൽ ഏറെക്കുറെ തകർന്നിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു അക്രമം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയോ അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് അക്രമം നടത്തുന്നത് എന്ന് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവുകയോ ചെയ്താൽ അമേരിക്കയുടെ എയർബേസിന് നേരെ ആക്രമണം വരും. അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മേഖലയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, അവർ പിന്മാറിയത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അത് രണ്ട് രീതികളൊക്കെ പറയാം. ഒരുപക്ഷെ അവർ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ പങ്കുചേരാൻ വേണ്ടിയായിട്ട് ഇവിടെ നിന്ന് പിൻവലിക്കുന്നു, അവരോടൊപ്പം ചേരുന്നു, എന്നിട്ട് ആക്രമിക്കുന്ന രീതി അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. മറ്റൊരു തരത്തിലാണെങ്കിൽ അവർ ഭയപ്പാടോട് കൂടിയിട്ടാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഏതായിരുന്നാലും സ്ഥിതികൾ വളരെ സങ്കീർണമാണ്. അറേബ്യൻ മേഖലകളൊന്നും സുരക്ഷിതമല്ല, സന്തോഷമില്ല, സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു. യുദ്ധം മുന്നോട്ട് പോകുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കും എന്നുള്ളതും അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ഖത്തർ അമേരിക്കയുടെ ബേസിൽ നിന്ന് ഈ യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ മാറ്റിയതോടനുബന്ധിച്ച് മറ്റുള്ള രാജ്യങ്ങളും അതായത് മറ്റ് അറബ് രാജ്യങ്ങളും ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും വരുന്നത്. ഈ രാജ്യം മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല, അമേരിക്കയുടെ സൈനികർ ആലോചിക്കണം. എന്നാൽ ഇവർക്കൊരു അഭിപ്രായം പറയണമെങ്കിൽ ഇതിനൊരു ഏകോപനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ ഖത്തർ, UAE, ബഹ്റൈൻ, കുവൈറ്റ് 4 രാജ്യത്താണ് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും എല്ലാം ഉള്ളത്. സൗദി അറേബ്യയും ഒമാനും അവരുടെ ഭൂപ്രദേശം അമേരിക്കയ്ക്ക് സൈനിക താവളമായിട്ട് വിട്ടുകൊടുത്തിട്ടില്ല. എന്നാൽ സൗദിയുടെയും ഒമാൻ്റെയും ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ആ സ്ഥലം താൽക്കാലത്തേക്ക് അവർക്ക് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് എന്നതിനാൽ തങ്ങൾ ഉപയോഗിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 7 രാജ്യങ്ങൾ, ഈ 6 രാഷ്ട്രങ്ങളിലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനികരോ എയർപോർട്ടുകളോ അതേ വിമാനങ്ങളോ യുദ്ധവിമാനങ്ങളോ സംവിധാനങ്ങളോ നിലനിൽക്കുന്നുണ്ട്. ഇത് വല്ലാത്ത രീതിയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആഘാതം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇറാനുമായിട്ട് നേരിട്ടൊരു യുദ്ധം ഉണ്ടാകുന്നതിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അഭിപ്രായം പറയുന്നില്ല. ഇപ്പോൾ പറയുന്നത് 15 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം, ചിലപ്പോൾ ഞങ്ങൾ യുദ്ധത്തിലുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർക്കുള്ള പേടി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അക്രമ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തിരിച്ചടിയൊന്നും ഉണ്ടാവില്ല. അമേരിക്കക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും പ്രയാസവും ഉണ്ടാവും. അത് പല ഘട്ടങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ ഈ അമേരിക്കയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനെക്കുറിച്ച് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി വേണം. ശത്രുവിൻ്റെ കയ്യിൽ എത്രത്തോളം മൂർച്ചയുള്ള ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതും അത് പ്രവർത്തിക്കാൻ എത്രത്തോളം സംവിധാനങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. അതിനാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ശത്രു വിഭാഗം, അതായത് ഇറാനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണമാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അവരിപ്പോൾ സംരക്ഷണ സംവിധാനത്തെക്കുറിച്ച് ഈ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പുറത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, വീട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അത് എത്രത്തോളം ഫലവത്താവും എന്നുള്ളതും എപ്പോഴാണ് ഇത് വിജയിക്കുക എന്നുള്ള കാര്യവും ഇപ്പോഴും കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ സ്കൂളുകൾക്കുള്ള അവധി നീട്ടിയിരിക്കുന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ തുടരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ റൂട്ട് ആ രീതിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പേടി ഇപ്പോൾ ഉണ്ട്.